ഹലോ, അവിടെ എന്താ കുഴപ്പം? ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല. നേരം വെളുക്കട്ടോ, വഴിയുണ്ടാക്കാം. അലക്, എടാ അലക്. ക്രൂരമായ കൊലപാതകത്തിനും പ്രേതം പോലും പുറത്തു കാണിക്കാതെ തെളിവ് നശിപ്പിച്ചതിനും ഈ പ്രതിക്കൂട്ടി നിൽക്കുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ പ്രതിഭാഗം നൽകിയ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ടെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിച്ചുകൊള്ളുന്നു. കേസിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണ്ട. അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ ഉടനെ ജാമ്യത്തിൽ നിൽക്കും. ഓക്കെ? ബാലു, ഈ സിറ്റിയിൽ വെച്ച് പട്ടിയെപ്പോലെ നിന്ന് തല്ലിക്കൊല്ലുന്നതാണ് ഞങ്ങൾക്ക് വയ്യ. ഒരിക്കൽ നീ ഈ കാക്കി ഉടുപ്പിട്ട് നടന്നവനല്ലേ, അതുകൊണ്ട് ഇനി ഞങ്ങളെ നാണക്കെടുത്ത് അർപ്പിക്കൂ. എവിടേക്കെങ്കിലും വയ്ക്കോ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് ഉഷയൊന്ന് കാണണം. വേണ്ട. മുംബൈ പോലീസുകാരെ എനിക്കിഷ്ടമല്ല. എന്റെ മകളുടെ സാക്ഷ്യത്തിൽ വഴങ്ങി ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. ഇനി അത് പറ്റില്ല. എനിക്ക് ചിലത് പറയാനുണ്ട്. കേൾക്കണ്ട. മേലാൽ അവളെ അന്വേഷിച്ച് നിങ്ങൾ ഈ വീട്ടിൽ വന്നു പോകരുത്. ആ ബന്ധം നടക്കില്ല. നടക്കും സാർ. നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. ഇല്ല, അവളുടെ അച്ഛൻ ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കില്ല. താൻ എന്തിനാ ഭാവം? എനിക്ക് ഉഷയോട് സംസാരിക്കണം. അവളെ കണ്ടിട്ടേ ഞാൻ പോകൂ. അവളുടെ അച്ഛനെ ധിക്കരിച്ച് തന്നെ സ്വീകരിക്കുമെന്ന് കരുതണ്ട. അങ്ങനെ ഒരു മകൾ എനിക്കില്ല. ഉഷ ഇത് കേട്ടില്ലേ? ഇനി എന്ത് കേൾക്കാൻ? ജാമ്യത്തിലല്ലേ ഇയാൾ ഇറങ്ങി വന്നത്. കേസ് കിടപ്പല്ലേ. അങ്ങനെ ഒരു കൊലയാളിക്ക് എന്റെ മകളെ ഞാൻ കൊടുക്കില്ല. ഉഷേ, ഇറങ്ങി പോണം മിസ്റ്റർ. എടാ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇല്ല. ഒരു പട്ടിയും കൊന്നിട്ടില്ല. ഇല്ല. പിന്നെ ആരെ പേടിച്ച് ഞാൻ താമസം മാറ്റണം? ഞാൻ വീട് മാറില്ല. മാറണ്ട. ഇവിടെ തന്നെ താമസിക്കും. താമസിക്ക്. ഞാൻ പറയുന്നു തന്നെ തിരിച്ചു പറയുന്നു. കള റാസ്കൽ, നിനക്ക് വട്ടാണതാ. ആ കൊള്ളാം. അങ്ങനെ വല്ലതും പറ. നീ വെക്കുന്നുണ്ടോ പാതിരിക്ക് മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കാതെ? ഓ സോറി, നിനക്ക് ഉറങ്ങണമല്ലേ? ഞാനത് മറന്നു. അല്ലെങ്കിൽ നിന്റെ കെട്ടിയോട് നിന്നെ വഴക്ക് പറയല്ലേ? എന്നെ ആരും പറയില്ല. ആരും. ഹലോ, യെസ്, ആരാ? നിന്റെ തന്ത. എന്തായി പറയുന്നത്? ഇപ്പോഴോ? ആരാ ചേച്ചി? അത് ജ്യോതി പോയി കിടന്നോളൂ. ഇവിടെ എന്താ കുഴപ്പം? എനിക്കറിയാം. ആ ഇല്ലത്തിന്റെ അടുത്തുള്ള വീടല്ലേ, ഞാൻ വരില്ല. ഇതിനേക്കാളും നാറിയ തേർഡ് റേറ്റ് ലോഡ്ജ് മുറി തന്നെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളോടി.
വേണ്ട, ഒരു എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. എടി എനിക്ക് കേൾക്കണ്ടാന്ന്. മാറി. സോറി. കയറൂ. വണ്ടി വിടൂ. സാറിനെ കാണാൻ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. ഇതാണോ എന്നെ കാണാൻ വന്ന സ്ത്രീ? എങ്കിൽ ഇത് വെറും സ്ത്രീയല്ല. കോൺട്രാക്ടർ വിശ്വനാഥൻ മലയാളിയുടെ ഏക മകൾ ഉഷ MA. ഇനി ഇവളെ പരിചയപ്പെടുത്താം. സീത. നാട്ടുകാരും വീട്ടുകാരും വെറുത്ത, സ്നേഹിച്ച പെണ്ണുപോലും ഉപേക്ഷിച്ച ഈ കൊലയാളിയെ ഇവൾ സ്വീകരിച്ചു. കിടക്കാനൊരിടം തന്നു. പിന്നെ എല്ലാം തന്നു. എന്തായി കാണിക്കുന്നത്? രാത്രി മുഴുവൻ കുടിച്ചുല്ലേ, ഉറങ്ങാതെ? ഉറങ്ങാനാടി നിന്നെ വിളിച്ചത്, എന്നെ ഉറക്കാൻ. വാ. വാതിലടിക്കണ്ടേ? വേണ്ട. പുറത്തൊരാളിരിക്കുന്നു. ആദ്യം നീ എന്താടി ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞത്? അതെ, ആ ഇല്ലം അവിടെയുള്ളവരെല്ലാം എനിക്കറിയാം. അവര് കാണ്ടാച്ചിട്ടാ. ഓ, എന്താടി കണ്ടാല്? നാണവും മാനവും കേട്ട നിനക്ക് പേടിയോ? സാറിന് മനസ്സിലാവില്ല. ജാതിയിൽ താഴെയാണെങ്കിലും മുമ്പാ ഇല്ലത്തെ ഒരു അംഗം പോലെ കഴിഞ്ഞവളാ ഞാൻ. പാട്ടും കളിയും ശ്ലോകം ചൊല്ലലും എന്തൊരു സന്തോഷായിരുന്നു അന്നവിടെ. എല്ലാം പോയി. പ്രാന്തിളകിയ അന്തർജനം, വയ്യാണ്ടായ തിരുമേനി, രാവും പകലും അവരെ നോക്കി ദിവസം എണ്ണിക്കഴിയുന്ന മകൾ. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നത് സാറിനറിയാലോ. എന്തോന്ന് ഞാൻ മറക്കാൻ ശ്രമിക്കുന്നു, അതെന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇറങ്ങിപ്പോ. സാർ, ഈ പാതിരായ്ക്ക് ഞാൻ നേരം വെളുത്തിട്ട് പൊയ്ക്കോളാം. അതുവരെ ഇവിടെ പുറത്തെവിടെയെങ്കിലും പോയി കിടക്കടി. ആ പോയത് എനിക്കൊരു സംശയം. സംശയിക്കേണ്ട വാസു, ബലറാം സാർ തന്നെ. കരടി പിടിക്കുമോ നമ്മളെ? ലോറി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞോ? സാർ, മാസാവസാനം ശമ്പളം കിട്ടാൻ ഇനിയും 2-3 ദിവസം. അത്യാവശ്യം ചെലവെങ്കിലും വെക്കണ്ടേ? എന്ത് കിട്ടി? എന്താ തന്റെ പേര്? ഇനി അങ്ങനെ ചെയ്യില്ല സാർ. പേര് പറയണോ? വാസു. സംശയം വാസു എന്ന് ചിലർ. കൃഷ്ണൻ, ഉമ്മർ. അറിയാം, താനല്ലേ ഇവരെ അയച്ചത്. വാസുവിന് എത്ര കുട്ടികളുണ്ട്? 3, 4. അതിലും സംശയമാണോ? 3 പേര് പുറത്ത്, ഒരാള് ലോക്കപ്പിലാണ്. അപ്പൊ ചെലവ് കൂടും. കൈക്കൂലി വാങ്ങിക്കാതെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു പോലീസുകാരൻ ജീവിക്കാൻ സാധ്യമല്ല. എടോ, കൊള്ളയടിക്കണമെങ്കിൽ പഴയ കായങ്ങളും കൊച്ചുണ്ടി പോലെ വേണം. ഉള്ളവന്റെ കയ്യിൽ നിന്ന് പാവങ്ങളുടെ കീശ തപ്പരുത്. എടുത്തോ. സാർ, ഒരു സംശയം. സാറിന് ഇതിന് വല്ല ഷെയറും ചേർക്കുന്നു? വത്സല എല്ലാം നോക്കിക്കൊള്ളണേ.
ഇനി എന്റെ ഗുമസ്തനെ കണ്ടാ മതി. മോന് നല്ല പനിയുണ്ട്. അതിന് ഞാൻ ഡോക്ടറല്ലല്ലോ. വൈകിട്ട് കോളേജ് വിട്ട് വരില്ലേ, കൊണ്ടുപോയി കാണിക്കാരെന്ന് വെച്ചാൽ. ആ ഉഷേ, നീ അച്ഛനെ എഴുതിയില്ലേ? താമസിച്ചാൽ വസ്തു വേറെ ആണുങ്ങൾ വാങ്ങിക്കും. എന്റെ കക്ഷികളായതുകൊണ്ടാണ് വില കുറച്ച് തരുന്നത്. ഒരു ഡിസ്പ്യൂട്ടുള്ള എസ്റ്റേറ്റ് ആണ്, ചുളു വിലക്ക് കിട്ടും. തൽക്കാലം ഒരു 3 ലക്ഷമെങ്കിലും അച്ഛനോട് വാങ്ങിക്കേ, ബാക്കി ഞാൻ ഒപ്പിച്ചോളാം. നിങ്ങൾ തന്നെ ചോദിച്ചോളൂ, എനിക്ക് കഴിയില്ല. നിങ്ങളെന്നെ ക്വാർട്ടേഴ്സിൽ തിരക്കെന്ന് പറഞ്ഞു. ഇരിക്കൂ. അത്യാവശ്യ കാര്യമാണെന്ന് ആ തിരുമേനിയാ പറഞ്ഞത്. ഉവ്വ്, നമ്മൾ തമ്മിൽ കണ്ടിട്ടുള്ളത് കോടതിയിൽ വെച്ചാണ്. പിന്നെ ഇന്നലെ ഇവിടത്തെ ബഹളത്തിനിടയ്ക്ക് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. പറയൂ, എന്താ വേണ്ടത്? മടിക്കണ്ട, എന്നാൽ കഴിയുന്ന എന്ത് സഹായവും. അച്ഛാ, എന്തിനാ മനുഷ്യരോടെ കയറ്റിയത്? അരുത് മിസ്റ്റർ നമ്പൂതിരി, ഞാൻ പോകുന്നു. അവൾ പറഞ്ഞ കാര്യമാക്കിയെടുത്ത ഇതുവരെ ഞാൻ അനുഭവിച്ച വേദനയിലധികം ദൈവം ഒരാൾക്കും കൊടുക്കില്ലെന്ന് കരുതിയവളാ ഞാൻ. പിന്നെയും ഏതൊരു മനുഷ്യനെ ഞാൻ കൂടുതൽ വെറുത്തുവോ എന്നും അയാളുടെ മുഖം തന്നെ കാണേണ്ട ഗതികേടാണ് എനിക്ക് വിധിച്ചത്. മോളെ കൊണ്ട് പറയിപ്പിക്കാനാണ് എന്നെ തിരക്കാൻ അങ്ങോട്ട് വന്നത്. ക്ഷമിക്കണം സാർ, ക്ഷാമമുണ്ടരുത്. എന്നെ അനുസരിക്കില്ലെന്നായോ നീ? എനിക്ക് പറ്റൂ സാർ. ഞാനൊരു സഹായം ചോദിക്കുകയായിരുന്നു. വേദജ്ഞർ കൽപ്പിച്ച കർമാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഋത്തുക്കായിട്ടല്ല, ഒരു സാധു ബ്രാഹ്മണനായിട്ട്. പറഞ്ഞാൽ ദേഹി ഒടിഞ്ഞ ദേഹത്തെ എങ്ങനെയും നശിപ്പിക്കാം. ജഡത്തിന് അരണികടഞ്ഞ ആളിച്ച അഗ്നിയും അടുമരം കത്തിച്ച തീയും ഈ മണ്ണും തീർത്ഥവും ചളിക്കുണ്ടും ഒക്കെ ഒരുപോലെയാണ്. എന്നാൽ ദേഹം വെടിഞ്ഞ ആത്മാവിന് മുക്തി നേടാൻ ഇഹത്തിൽ ജീവിച്ചിരിക്കുന്നവർ കർമ്മങ്ങൾ ചെയ്യണം. ഈ സാധു ബ്രാഹ്മണൻ സാറിനോട് യാചിക്കുന്ന ഭിക്ഷ അതാണ്. എന്റെ മകന്റെ ആത്മാവ് ഗതി കിട്ടാതെ അറിയാതിരിക്കാൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം. പറയൂ സാർ, എവിടെയാണ് അവന്റെ ദേഹം നശിപ്പിച്ചത്? എനിക്കറിയില്ല. എവിടെയാണ് അവന്റെ അവശിഷ്ടങ്ങളുള്ളത്? ഒരു കരുണ അസ്ഥിയോ ഒരു തുള്ളി ചാരുമോ തരും? എന്നോട് ചോദിക്കരുത്. ഇല്ലെങ്കിൽ ഈ മുട്ടന്റെ ശാപം തനിക്ക് കേൾക്കും. താനും തന്റെ കുടുംബവും മുടിയും. ഇയാളൊരു പുല്ല് എനിക്ക് നൽകില്ല. അവനെ ചുട്ടതും കരിച്ചതും കയത്തിൽ കെട്ടി താഴ്ത്തതും ഞാനല്ല. സാർ, ഞാൻ ശ്രീനി. മനസ്സിലായി? വിപ്ലവ പാർട്ടിയല്ലേ? ഇരിക്കെ. ഇപ്പോ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ് പ്രതാപം കലാവാരികയുടെ. കലാവാരികയോ? കലയേക്കാൾ കൊലയുമായിട്ടല്ലേ തനിക്ക് കൂടുതൽ ബന്ധം? ഒരു പാവം പോലീസുകാരനെ വെട്ടിക്കുന്ന ആ ചോരയിൽ കൈമുക്കി ചുവരിൽ പതിപ്പിച്ചവനല്ലേ നീ? ആ കാര്യം ഓർമ്മിപ്പിക്കരുത് സാർ. ഞാൻ ആ പ്രസ്ഥാനം വിട്ടു. പിന്നെന്താ ഇങ്ങോട്ട് വന്നത്? വാരികയിൽ തുടർച്ചയായി എന്റെ ഒരു ഫീച്ചർ ആരംഭിച്ചിട്ടുണ്ട്. തടവുകാരുടെ അവശത, ജയിൽ പരിഷ്കരണം. അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് തന്നെ പോലെ കൊല്ലും കൊലയും നടത്തി അവിടെ ചെല്ലുന്നവർക്ക് പൊറുക്കാൻ ജയിലിൽ സൗകര്യങ്ങൾ കുറവാണ്. ജയിൽ ഈ സുഖം പോരടോ. സാർ എന്തായി പറയുന്നത്? തടവുകാരുടെ ബേസിക് നീഡ്സ് മുഴുപ്പട്ടിനായിട്ട് കോടിക്കണക്കിന് ഞാൻ ജയിലിൽ പുറത്തുണ്ടോ? വയർ നിറച്ച ആഹാരം, കിടന്നുറങ്ങാൻ ഉറപ്പുള്ള കെട്ടിടം, കറണ്ട്, റേഡിയോ, പിന്നെ എന്തൊക്കെ വേണം ജയിലില്? സെല്ലിൽ AC വേണോ? TV വേണോ? ചൈനീസ് ഫുഡ് വേണോ? നമ്മൾ തർക്കിക്കണ്ട. ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ്. പറയണം. സത്യരാജ് എന്ന പുള്ളിയെ 2 തവണ അറസ്റ്റ് ചെയ്ത ആളാണല്ലോ സാറ്. ആ പുള്ളിയെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. ദിവസവും പത്രങ്ങളിൽ അടിച്ചു വരുന്നുണ്ടല്ലോ അവൻ ചെയ്ത കൊലയും വീരസാഹസങ്ങളും ഒക്കെ. നാട്ടുകാരുടെ ഹീറോ ഇപ്പൊ സത്യരാജല്ലേ? കറക്റ്റ്. എന്റെ അറ്റംപ്റ്റ് ന്യൂസ് കോളത്തിനല്ല, പുസ്തക രൂപത്തിൽ അവന്റെ ലൈഫ്, ഐ മീൻ എ ബയോഗ്രഫി. ജനം വായിച്ചു പഠിക്കട്ടെ അല്ലേ? നല്ല മാറ്റർ വേണം. അതിന് സാറിന്റെ ഒരു സഹായം എന്നോടോ. കൊള്ളയും കൊലയും ബലാത്സംഗവും നടത്തി ജീവിച്ച ഒരു നാരിയുടെ രോമം മടിക്കാൻ തനിക്ക് ഞാൻ കത്തി വെച്ചാണ്. അല്ല, ഇയാൾ ചൂടാവാ പട്ടി. മിസ്റ്റർ ഒരു പത്രപ്രവർത്തകൻ അപമാനിച്ചു. നീ എന്തോ എന്തായാലും ക്ഷമിച്ചുകളാം. ഓട്ടൊന്നേ സാറിനെ അനുസരിക്കാം. പക്ഷെ ഇവനെ എനിക്ക് ചെന്ന് ചെയ്യാൻ കഴിയും. പോടാ 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 കൊടുക്കാം. സാറല്ല നീ ഇപ്പൊ പോ.
എന്തിനാടോ ആ പാവത്തിനെ? തനിക്ക് വേറെ ഇരയൊന്നും കിട്ടിയില്ലേ? എനിക്കൊരു മറ്റേ വർത്താൻ പറയത്. പാവം കോള റാസ്കൽ വന്നിരിക്കുന്നു. ഇന്ത്യൻ ജയിൽസ് വേർ മണി ഓപ്പൺസ് ഡോർ. വായിച്ചില്ലേ? ഈ ജയിലിന്റെ വാതിൽ തുറക്കാൻ പണം വേണം. എന്റെ ജീവചരിത്രം തന്റെ നക്കാപ്പിച്ച പത്രത്തിൽ വന്നാൽ അത് കിട്ടില്ല. സാറിനെ കാണാൻ വക്കീൽ വന്നിരിക്കുന്നു. എടോ, ഇവൻ ആ കുട്ടനെ കാണിച്ചു കൊടുക്കും. വരും. ഏതാ കൂട്ടൻ? കള്ളൻകുട്ടൻ. ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. ഇന്നോ നാളെ വിടും. ആ, ഇതാ പുള്ളി. ഇതിനകത്ത് കാണേണ്ടവരെ വേണ്ടതുപോലെ കണ്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഇനി അത് പോരാതെ വരികയാണെങ്കിൽ ലിക്കറോ ഫുഡോ എന്താ എന്നെ ഇവിടെ സ്ഥിരമായി താമസിപ്പിക്കാനാണോ ഉദ്ദേശം? എടോ വക്കീലേ, ഒരു കൊലക്കേസിനെ ഞാൻ ഒഴിവായിട്ടുള്ളൂ. വേറെയും കിടക്കുന്നു, ബോംബെയിലും തിരുവനന്തപുരത്തും കാസർഗോട്ടും ഒക്കെ. പിന്നെ എനിക്കറിയാം. അറിയില്ല എന്നെ ഇവിടുന്ന് എപ്പോഴാ മാറ്റുന്നെന്ന്. അതിനിടയ്ക്ക് ഞാനിവിടെ രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ കഴുത്തിന് കയറി വീഴും. എല്ലാം ശരിപ്പെടുത്താമെന്നേ. ഇല്ലെങ്കിൽ എന്നെ ഇവിടെ വരുത്തിച്ച യോഗ്യന്മാരെ ഞാൻ ഇവിടെ വരുത്തും. വിസിറ്റേഴ്സ് ആയിട്ടല്ല, തടവുകാരായിട്ട്. അതിനു വേണ്ട തെളിവുകൾ എന്തെങ്കിലും ഉണ്ട്? പതുക്കെ. സൂപ്രണ്ട് മറ്റും അപ്പുറത്തുണ്ട്.